ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1924, അതായത് നാം പറയുന്ന 99-ലെ വെള്ളപ്പൊക്ക കാലത്ത് കരിന്തിരി മല ഇടിഞ്ഞ് നഷ്ടപ്പെട്ടതാണ് അന്നത്തെ ആലുവ മൂന്നാർ രാജപാത. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും കാണാൻ കഴിയും. നല്ല വീതിയിൽ നല്ല സഞ്ചാരയോഗ്യമായ റോഡായി കുറെ ഭാഗങ്ങളിൽ അത് നമുക്ക് കാണാനാവും. എന്നാൽ അതിൻ്റെ പുനരുദ്ധാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലർ തടയിടുകയാണ്. തടയിടുന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വനം വകുപ്പാണ്. എന്തേ വനം വകുപ്പ് ഇങ്ങനെ സാധാരണക്കാരന് എതിരാകുന്നത്? നാം ചർച്ച ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് റവറൻ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ അവർ. അച്ഛൻ മാങ്കുളം പള്ളിയിലെ വികാരിയാണ്. സ്വാഗതം അച്ഛൻ. അച്ഛൻ, ഈ മാങ്കുളം പലപ്പോഴും ഒരു പരീക്ഷണ വേദിയായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് വനം വകുപ്പ് കുറേ പരീക്ഷണങ്ങൾ അവിടെ നടത്തുന്നു എന്നാണ് നാം അറിയുന്നത്. അത് റോഡിൻ്റെ പേരിലായാലും വന്യമൃഗങ്ങളുടെ പേരിലായാലും മരം വെട്ടിൻ്റെ പേരിലായാലും ടൂറിസത്തിൻ്റെ പേരിലായാലും സാധാരണ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ ഏറ്റവും വിവാദമായിരിക്കുന്നത് ഒരുപക്ഷെ ബിഷപ്പിനെതിരെ പോലും കേസുകൾ എടുത്തുകൊണ്ട്, ജനപ്രതിനിധികൾക്കെതിരെ കേസുകൾ എടുത്തുകൊണ്ട് രാജപാതയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പഴയ 1924 നശിച്ചുപോയ രാജപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം കത്തി നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു നിജസ്ഥിതി അച്ഛോ? മാങ്കുളം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തന്നെ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. വളരെയേറെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളതാണ്. ഹൈറേഞ്ചിലെ ആദ്യകാലത്തെ ഒരു ഗ്രാമമെന്ന് പറയാം. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ മാങ്കുളം ആനക്കുളം ഭാഗത്ത് സായിപ്പുമാർ അവിടെ റോഡുകൾ വെട്ടി ആലുവായിൽ നിന്ന് റോഡ് മാർഗം മൂന്നാറിലേക്ക് വരികയും അവിടെ നിന്ന് തേയില ഉൽപ്പന്നങ്ങൾ കാളവണ്ടിയിലും മറ്റ് വാഹനങ്ങളിലുമായിട്ട് കുതിരവണ്ടിയിലുമൊക്കെ ആയിട്ട് ആലുവായിൽ എത്തിച്ചിരുന്നതുമായ ഒരു പാതയാണ് രാജപാത എന്ന് പറയുക. ഏതാണ്ട് 10-40 വർഷങ്ങളോളം സായിപ്പുമാർ ഉപയോഗിച്ച ഒരു പാത. അതിന് അനുസരിച്ച് അന്നത്തെ ടെക്നോളജി അനുസരിച്ച് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു പാതയാണ് ഈ രാജപാത എന്ന് പറയുക. മഹാപ്രളയത്തിന് ശേഷം 1924 പ്രളയത്തിന് ശേഷമാണ് ഈ റോഡ് നാമാവശേഷമായി പോവുക. അതോടുകൂടി മാങ്കുളം ആനക്കുളം ഭാഗങ്ങളിലേക്ക് ആളുകൾ ഇല്ലാതാകുകയും പിന്നീട് വീണ്ടും ഒരു കുടിയേറ്റം ഉണ്ടാകുകയും, കുടിയേറ്റമല്ല ശരിക്കും ഗവൺമെൻറ് ഹൈക്കോടതിയുടെ വിധിപ്രകാരം ഈ സ്ഥലം അഡ്മിനിസ്ട്രേറ്ററെ വെച്ച് അവർ ജനങ്ങൾക്ക് കൊടുക്കുകയും പട്ടയമുള്ള സ്ഥലവുമാണ് ഈ ആനക്കുളം മാങ്കുളം ഏരിയ എന്ന് പറയുക. ഈ പുതിയ പാത നേരിമംഗലം അടിമാലി പാത വന്നതോടുകൂടി ഈ വഴി അടഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആളുകൾ നടന്നും ജീപ്പിനും ലോറിക്കുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാതയാണ്. 1924 ശേഷം ഈ പാത ഈ അടുത്ത കാലം വരെയും ഉപയോഗമുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ വനവിഭവങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പാതയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വനം വകുപ്പ് അത് പൂർണ്ണമായി അടച്ച് ആളുകളെ അതിലൂടെ യാത്രാ യോഗ്യമായ ആ റോഡിലൂടെ കടത്തിവിടാതായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. വളരെ അപ്രതീക്ഷിതമായി ഒരു വെള്ളപ്പൊക്കം വരികയും, അത് 99-ലെ വെള്ളപ്പൊക്കം എന്നാണല്ലോ അറിയപ്പെടുന്നത്. 1924 സംഭവിച്ച മഹാവെള്ളപ്പൊക്കം മലയാള മാസമാണ് 99 എന്ന് പറയുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 1924 മൂന്നാറൊക്കെ പ്രളയത്തിൽ മുങ്ങിയ ഒരു കാലമായിരുന്നു. നമ്മുടെ റെയിൽവേ ഉൾപ്പെടെ, മൂന്നാറിലെ റെയിൽവേ ഉൾപ്പെടെ നശിച്ചു പോയ ഒരു വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളപ്പൊക്കത്തിലാണ് കരിന്തിരി മല ഇടിഞ്ഞു വന്ന് ഇതിൻ്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെട്ടത്. സത്യത്തിൽ ഈ പാത എന്ന് പറയുന്നത് ഈ ഇപ്പോഴുള്ള പാതയേക്കാൾ കയറ്റം കുറഞ്ഞ പാതയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതെ, ഇല്ലേ? തീർച്ചയായും. എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പ് ഈ പാതയുടെ മേൽ, അതായത് ഇതൊരു പൊതുവഴിയാണല്ലോ അച്ചോ, ഇതൊരു പൊതുവഴിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ നമ്മുടെ ഭരണഘടനയിൽ വളരെ ശക്തമായി ഊന്നി പറഞ്ഞിട്ടുള്ള നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമല്ലേ ഇത്? തീർച്ചയായിട്ടും.
1980 വന നിയമത്തിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് ഹൈറേഞ്ചിലും കേരളത്തിലും എല്ലാം ഈ വനം വകുപ്പ് വളരെ ശക്തി ആർജിച്ച് ഒരു സമാന്തര ഭരണകൂടമായി മാറിയിരിക്കുന്നത്. അവർ റവന്യൂ വകുപ്പിനെയോ കേരളത്തിലെ ഭരണകൂടത്തെയോ ഒന്നും അവർക്ക് ബഹുമാനമൊന്നുമില്ല. കാരണം വളരെയേറെ ഫോറിൻ ഫണ്ടുകൾ അവർക്ക് ലഭിക്കുകയും അവർ ഇതിൻ്റെ മറവിൽ, കാരണം ഇവർ ഒത്തിരിയേറെ ഫണ്ടുകൾ വനവൽക്കരണത്തിൻ്റെ പേരിൽ അവർക്ക് കിട്ടുകയും അത് നിർബാധം അവർ ഉപയോഗിച്ചത് പലപ്പോഴും വനവൽക്കരണമൊന്നും ശരിയായിട്ടുണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ നമ്മളാരുമല്ല അക്കേഷ്യയും മാഞ്ചിയും ഒന്നൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ചത്. വനത്തിൽ അക്കേഷ്യ പിടിപ്പിച്ചത് വനം വകുപ്പാണ്. അങ്ങനെയാണ് മൃഗങ്ങൾക്ക് ഉപയോഗമുണ്ടായിരുന്ന, അവർക്ക് ഭക്ഷ്യവസ്തുക്കളായിരുന്ന മരങ്ങളെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞത് വനം വകുപ്പ് തന്നെ. അപ്പോൾ തികച്ചും തെറ്റായ ചില പ്ലാന്റിങ് സത്യത്തിൽ തെറ്റായിരുന്നു. അത് അശാസ്ത്രീയമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ അക്കേഷ്യ പോലുള്ള മരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരേണ്ട ആവശ്യമില്ല. യൂക്കാലിപ്സ് എന്ന് പറയുന്ന മരം ഒരിക്കലും നമുക്കിടെ പ്രകൃതിക്ക് ഇണങ്ങുന്നതല്ല. അതൊക്കെ അവർ ചെയ്തതായിരുന്നു. അപ്പോൾ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് കുറേ നാളുകളായിട്ട് വനം വകുപ്പ് സാധാരണ ജീവിതങ്ങളുടെ മേലെ അശനിപാതം പോലെ വന്ന് പതിക്കുന്നുണ്ട്. അതായത് ഇത് ഒരു സർക്കാർ വകുപ്പ് എന്ന് പറയുന്നത് ജനത്തെ പിന്തുണയ്ക്കാനും സഹായിക്കാനുള്ളതല്ലേ? തീർച്ചയായും. പിന്നെന്താണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ വനവൽക്കരണം മാത്രമല്ല ലക്ഷ്യം. കാരണം ഞാൻ ഒത്തിരിയേറെ യാത്ര ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ, ഏതാണ്ട് 10-25ഓളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഈ വനവൽക്കരണത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉണ്ടാകുന്നത് കാണുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആസാമിലെ ഗുവാഹട്ടിയിൽ നിന്ന് തവാങ് എന്ന് പറയുന്ന അരുണാചലിലേക്ക് 500 കിലോമീറ്റർ ദൂരമാണ്. നമ്മൾ അവിടെ ഒന്ന് ചെന്ന് നോക്കുക. അവിടെ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും വലിയ ഒരു പാത ശൃംഖല നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയിലെമ്പാടും തന്നെ ഉണ്ട്. അല്ല, ഇത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക 100 മീറ്റർ വീതിയിൽ പോലും, അല്ലെങ്കിൽ 150 അടി വീതിയിലൊക്കെയാണ് മല തുരന്ന് ടണലുകൾ ഉണ്ടാക്കി മരങ്ങൾ വെട്ടിമാറ്റി റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നും വന്യമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം വിട്ടുകൊടുക്കണമെന്നും അവർ പറയുക. വനം വകുപ്പ് ആനയെ സംരക്ഷിച്ച് 20 വർഷം 10-30 വർഷം കഴിയുമ്പോഴത്തേനും 1000 ആനയെ കാണാനില്ല അവരുടെ കണക്കിൽ. 3000 ആനകൾ ഉണ്ടായിരുന്ന അതിനു മുമ്പിലത്തെ സെൻസസിൽ അവർ തന്നെ പറയുന്നു 3000 ആന ഉണ്ടായിരുന്നത് ഇതിപ്പം 2000 ആനയായിട്ട് പോയി. ഈ 1000 ആന എവിടെ പോയി? തന്നെയല്ല അച്ചോ, 600 ആനകൾക്ക് കഴിയാനുള്ള ഇടമേ നമുക്കുള്ളൂ. നമുക്ക് അതിനുള്ള ഫോറസ്റ്റേ ഉള്ളൂ, നമുക്കുള്ള വനമുള്ളൂ. അവിടെയാണ് ഇപ്പോൾ ഇവരുടെ കണക്കിൽ പോലുള്ള 2000 ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ്? അതൊക്കെ ഇവരുടെ കണക്കാണ്. ഇപ്പോൾ ഇത് ഈ കൺകറന്റ് ലിസ്റ്റിലാണെന്ന് വനംവകുപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയും സത്യത്തിൽ സംസ്ഥാനത്തിന് യാതൊരുവിധ അധികാരവും വനം വകുപ്പിൽ ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര നിയമത്തിൻ്റെ പേര് പറഞ്ഞാണ്. അച്ഛനറിയാലോ, ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചല്ലോ, മറ്റ് സ്റ്റേറ്റിലെല്ലാം നിർബാധം ഇതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് പിന്നിൽ കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പേര് പറഞ്ഞ് ഇത് ലോക പൈതൃക സ്വത്താണെന്ന്, ഈ ലോക പൈതൃക സ്വത്ത് ഈ മല മാത്രമേ ഉള്ളൂ? തീർച്ചയായിട്ടും അല്ല. ഇതിൻ്റെ പേര് പറഞ്ഞാണല്ലോ നമ്മുടെ മേൽ കുതിര കയറുന്നത്. വനം വകുപ്പ് പറയുന്നു വനത്തിനുള്ളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല, ഒരു പരിപാടികളും ചെയ്യില്ല എന്ന് പറയുന്ന അവർ തന്നെ പുഴകളും അതുപോലെ തന്നെ മലകളും വിൽപ്പനച്ചരക്കാക്കുകയും അവർ വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് പല പരിപാടികൾ സമാന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സമാന്തരമായിട്ട് നിർമ്മിക്കുകയും അതിലൂടെ ലക്ഷോപലക്ഷം രൂപ വനം വകുപ്പ് സമ്പാദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണും. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ആളുകൾക്കാർക്കും സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രാജമലയിൽ അവർ ടൂറിസം എത്രമാത്രം ആളുകളാണ് ഓരോ ദിവസവും വരിക. അവരുടെ നിയന്ത്രണത്തിലായിരിക്കാം, അവിടെ വാഹനങ്ങളിലൂടെയല്ലേ അവർ കടന്നു പോകുക. ഇതേ ആശയം തന്നെയല്ലേ നമ്മൾ ഈ മൂന്നാറിലേക്ക് ചെല്ലുന്ന ആളുകൾ അവരിവിടെ നിയന്ത്രിച്ചോട്ടെ, പക്ഷെ മനുഷ്യനെ സഞ്ചരിക്കാൻ അനുവദിക്കണ്ടേ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നിയന്ത്രണം വേണ്ട നമ്മൾ പറയുന്നില്ല, അനിയന്ത്രിതമായി മനുഷ്യൻ സഞ്ചരിക്കണമെന്നും കടന്നു കയറണമെന്നും ഒന്നും നമ്മൾ പറയുന്നില്ലല്ലോ. നിയന്ത്രണം ആയിക്കോട്ടെ. കാരണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
ആനക്കുളത്ത് നിന്ന്, ഞാൻ ആനക്കുളത്ത് 25 വർഷം മുമ്പ് വികാരിയായിരുന്നു. അന്ന് റോഡൊന്നും വളരെ ഇന്ന് സൗകര്യമൊന്നും കാണുന്ന റോഡൊന്നും അന്നില്ല. ഒന്നുമില്ല. അടിമാലിയിൽ നിന്ന് 35 കിലോമീറ്റർ യാത്ര ചെയ്ത് ആനക്കുളത്ത് എത്തണമെങ്കിൽ 4 മണിക്കൂർ ജീപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുക. അന്നത്തെ കാലത്ത് പെരുമ്പംകുത്ത് വഴി നമ്മൾ പെരുമ്പംകുത്തിൽ നിന്ന് പുഴ കടന്ന്, വേനൽക്കാലത്താണ്, പുഴ കടന്ന് കുറത്തി വലിയ പുറത്തേക്ക് പോകുന്ന വഴിക്കൂടെ വലിയവാറക്കുട്ടി എന്ന് പറയുന്ന ആ പുഴയിലൂടെ കടന്നാണ് ആനക്കുളത്ത് വന്നുകൊണ്ടിരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവര് ആ വഴി അന്യായമായിട്ട് അടച്ചതിന് ന്യായം പറയുന്നത് ടൂറിസ്റ്റുകൾ വന്നപ്പോൾ അവിടെ ആരോ പുഴയിൽ പോയി മരിച്ചു. അതാണ് അതിന് ന്യായം പറയുന്നത്. അതേ വനം വകുപ്പ് അതേ റേഞ്ചിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പുഴയിൽ ഇന്നും ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുപോയി അവർക്ക് അവിടെ കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. വനം വകുപ്പിന്റെ കീഴിലാണ് ഇത് ചെയ്യുക. ഒരു ദിവസം ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ അവർക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഒരു പഞ്ചായത്തിന്റെ 2 ഭാഗങ്ങളിൽ രണ്ട് നിയമം. ഇതാണ് ഇന്ന് മാങ്കുളംകാർ. പക്ഷേ 2 വർഷമല്ലേ ആയുള്ളൂ അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട്. തീർച്ചയായും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മുൻ വികാരിയച്ഛനും ആയി ബന്ധപ്പെട്ടും സമരത്തിന്റെ ഒരു ശക്തമായ ഒരു സമര മുന്നേറ്റം അവിടെ നടന്നിരുന്നല്ലോ. അതിൽ പലപ്പോഴും ഇവർ ഫോറസ്റ്റുകാർ പ്രതിക്കൂട്ടിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റാളുകളെ, ഈ സാധാരണ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ അച്ഛനോട് ചോദിച്ചത്, ഈ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ ഈ 28% വനമുള്ള സ്ഥലം നമ്മൾ 35% ആക്കണമെന്ന് പറഞ്ഞാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല ഒരുപക്ഷെ ചിന്നക്കനാലിനും അപ്പുറത്ത് മാങ്കുളത്തെ തന്നെ അവിടെ ആക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ 35% ആക്കണമെങ്കിൽ എന്തുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ അവർക്കാക്കിക്കൂടാ? നമ്മൾ ഓർത്തു നോക്കുക, അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ ഇപ്പം എറണാകുളം ടൗണിൻ്റെ മംഗളവനം എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റ് പോലെ തന്നെയുള്ളത്, അതിനോട് ചേർന്നിട്ട് അതിൻ്റെ ബഫർ സോണിൽ വരുന്നതാണ് കേരള ഹൈക്കോടതി, മറ്റ് വലിയ സ്ഥാപനങ്ങൾ. അവരെയൊക്കെ നിർബാധം ഒഴിവാക്കിയിട്ട് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് രാജപാതയിലേക്ക് വരാച്ചോ. തീർച്ചയായും രാജപാത ഈ പറഞ്ഞ പോലെ 1857 വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ടെന്ന് അച്ഛൻ അറിയാലോ. അത് നമ്മുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഡേറ്റ് ആണ്, 1857. ഈ 1857 അതിൻ്റെ പണി ആരംഭിക്കുന്നതെന്നാണ്, തിരുവിതാംകൂറിൻ്റെ രാജാവിൻ്റെ കാലത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകുന്നതിന് അച്ഛൻ അറിയാലോ ആ കാര്യം. അതിനുവേണ്ടി നിർമ്മിച്ച പാതയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം ഈ പാത വേണ്ടത്ര സഞ്ചാരയോഗ്യമല്ലാതെ അവിടെ ഇവിടേക്ക് ഇടിഞ്ഞും പൊളിഞ്ഞുമൊക്കെ കിടക്കുകയായിരുന്നു. ഇത് സഞ്ചാരയോഗ്യമായാൽ ആർക്കാണ് ദോഷം വരുന്നത്? വനം വകുപ്പിനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ നടത്തുന്ന കൊള്ളയും കൊള്ളിവെപ്പും ഒന്നും പുറലോകം അറിയാതിരിക്കും. പാതയുണ്ടെങ്കിൽ മാത്രമല്ലേ ആളുകൾ അവിടെ കൂടെ പോകുമ്പോഴാണല്ലോ ഇവർ ഈ ഫണ്ടുകൾ തട്ടുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും ആരും പുറലോകം അറിയാതിരിക്കുന്നത്. അത് മാത്രമാണ് കാരണം. അതാണ് പ്രധാന കാരണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജനത്തെ അതിൽ സഞ്ചരിച്ചത് കൊണ്ട് വന്യമൃഗങ്ങൾക്ക് ദോഷമില്ല. വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ചിന്നാർ വനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ നേര്യമംഗലം വനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വനത്തിൽ മൃഗങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി അല്ലെങ്കിൽ അവർക്ക് കടന്നു പോകാൻ പ്രത്യേക പാസേജ് ഉണ്ടല്ലോ, ഉണ്ട്. അല്ലെങ്കിൽ അവർ ഏത് പാസേജിലൂടെ അവർ കടന്നു പോകും, അതൊരു പ്രശ്നമല്ല. നേരെ മറിച്ച് ഈ പൂയംകുട്ടി മേഖലയിലെ വനം മേഖലയിലെ വളരെ ജനവാസമില്ലാത്ത വാസരഹിതമായ സ്ഥലത്തിലൂടെ അവരുടേതായ ചില ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ റോഡ് അനുവദിച്ചാൽ മൂന്നാറിലേക്കുള്ള പാത സുഗമമാവും. ഏതാണ്ട് വെറും 60 കിലോമീറ്റർ കൊണ്ട് മൂന്നാർ എത്തും. തീർച്ചയായിട്ടും. അല്ലേ? അത് നിസ്സാരമായൊരു കാര്യം. തന്നെയല്ല, കയറ്റമില്ല പോലും. കയറ്റമില്ല, വളരെ എളുപ്പത്തിൽ ചെല്ലാനായിട്ട് പറ്റും. അച്ഛന് അതിനെക്കുറിച്ചൊരു നല്ല ഓർമ്മ കാണുമല്ലോ. അതായത് മാങ്കുളത്ത് നിന്ന് വിരിവാറ വന്നിട്ട് ലക്ഷ്മി വഴി പോകുന്ന വഴിയാണോ, അത് ഇത് കല്ലാറ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ടല്ലോ, ഇത് 2 രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അച്ഛനോട് ചോദിക്കുന്നത്. മാങ്കുളത്ത് നിന്ന് ഇത് മൂന്നാറിലെത്തിയിരുന്ന ഈ വഴി യഥാർത്ഥത്തിൽ മറ്റ് കല്ലാർ എസ്റ്റേറ്റ് അച്ഛൻ അറിയാലോ, കല്ലാർ എസ്റ്റേറ്റ് വഴിയുള്ള ഒരു വഴിയുണ്ട്, ഒപ്പം ലക്ഷ്മിയിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട് മൂന്നാറിൽ. ഇതിലേതായിരുന്നു ശരി? രണ്ടുണ്ടായിരുന്നു. 2 വഴിയിൽ ഇപ്പം ഈ രാജപാതയുടെ ഭാഗം തന്നെയാണ് എളുപ്പം എന്ന് പറയുന്നത്. പെരുമ്പംകുത്തിൽ നിന്ന് നമുക്ക് നല്ല മാങ്കുളത്ത് എത്താതെ തന്നെയാണ് ഈ രാജപാത പോയിക്കൊണ്ടിരുന്നത്. മാങ്കുളത്ത് എത്താതെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന്റെ അലൈൻമെന്റ് കിടക്കുന്ന അങ്ങനെയാണ്. മാങ്കുളത്ത് എത്തി ലക്ഷ്മി വഴിയുള്ളത് പിന്നീട് വരുന്ന വഴിയാണ്.
ആദ്യമേ ഉണ്ടായിരുന്നത് പെരുമ്പൻകുത്തിൽ നിന്ന് അത് നല്ലതണ്ണി വഴി മൂന്നാറിൽ എത്തിച്ചേരുന്ന വഴി. അപ്പോൾ ഈ മാർച്ച് 16-ന് നടന്ന ഒരു പ്രതിഷേധ യോഗമോ അല്ലെങ്കിൽ ഒരു സമരം ഉണ്ടല്ലോ, മുൻ ബിഷപ്പ്, അച്ഛന്മാര്, അൽമായന്മാര്, അതുപോലെ മറ്റ് നാട്ടുകാരെല്ലാവരും കൂടി നടത്തിയ ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൽ മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെ വനം വകുപ്പ് കേസെടുത്തെന്ന് കേൾക്കുന്നുണ്ടല്ലോ. തീർച്ചയായും കേൾക്കുന്നു എന്നല്ല, അത് ശരിയാണല്ലോ. എന്തായിരുന്നു അതിന് അടിസ്ഥാന ആധാരമായി വർത്തിച്ചത്? അതിന് അവിടെ 16-ാം തീയതി നേരത്തെ വനം വകുപ്പിനും അതുപോലെ പോലീസിനും ഇങ്ങനെ ഒരു ജനപങ്കാളിത്തത്തോടു കൂടി ആ പാതയിലൂടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. പെട്ടെന്നുണ്ടായതൊന്നുമല്ല. അതിൻ്റെ തലേദിവസം തന്നെ ഒരു ബാരിക്കേഡ് അവിടെ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വനം വകുപ്പ്. ആ വനം വകുപ്പ് ഇങ്ങനെ ഒരു സമരത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ അവർ ഒരു പുതിയ ചങ്ങല കൂടി ഈ റോഡിലേക്ക് ഇറക്കിയിട്ടു. 10,000-3000-ഓളം ആളുകൾ സമാധാനപരമായിട്ട് മറ്റൊരു പ്രകോപനവും കൂടാതെ ആ റോഡിൽ കൂടെ മാത്രമാണ് പോയത്. ഈ റോഡ് എന്ന് പറയുന്ന രാജപാത തന്നെയാണ്. ഈ രാജപാതയിലാണ് അവർക്ക് അവകാശമില്ലാത്ത ആ റോഡിലാണ് അവർ കയറി ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാരിക്കേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് കള്ളക്കേസാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ PWD ആസ്തി രജിസ്റ്ററിലുള്ള റോഡാണിത്. PWD റോഡാണ്. അതിനകത്ത് എങ്ങനെയാണ് വനം വകുപ്പിന് എങ്ങനെയാണ് അധികാരം? അച്ഛൻ അറിയാലോ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി ഉപ്പ് കുറുക്കാൻ പോകുന്നത് നിയമപരമായി നിയമത്തെ അതിശക്തമായി നിഷേധിക്കുന്ന ഏർപ്പാടാണ്. ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നതെന്നറിയാലോ. പക്ഷെ അവർ പോകുന്ന വഴിക്ക്, സമരത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾക്കിടയിൽ പോകുന്ന വഴിക്ക് 100 കണക്കിന് കുട്ടികൾക്ക് ഗാന്ധി പേരിടുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയെ സ്വീകരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിക്ക് പൂമെത്ത വിരിക്കുന്നുണ്ട്. പക്ഷെ അവർ തടഞ്ഞത് കടലിൻ്റെ തീരത്ത് മാത്രമാണ് ബ്രിട്ടീഷുകാർ തടഞ്ഞത്. വഴിയിലെങ്കിലും തടഞ്ഞില്ല. ഇവിടെ 3000 പേര് വളരെ ശാന്തമായി റോഡിലൂടെ അല്ലെങ്കിൽ കാട്ടിലെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തടയാൻ വനം വകുപ്പിന് എന്ത് അധികാരം PWD ഉള്ളപ്പോൾ? അതാണ് കള്ളക്കേസാണെന്ന് നമ്മൾ പ്രതിഷേധിക്കും. കാരണം ന്യായപരമായിട്ട് അവിടെ വേറെ ഒരു നാശങ്ങളും ഉണ്ടാകും. പിതാവിനെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, കേസെടുത്തിട്ടുണ്ട്. ഈ ജനപ്രതിനിധികളുടെ പേരിലും കേസുണ്ടെന്ന് പറയുന്നത്? ഒന്നാമത്തെ പ്രതി ഇടുക്കി MP ഡീൻ കുര്യാക്കോസാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനാണ് 89 വയസ്സുള്ള അഭിവന്ദ്യ ജോർജ് പുന്നക്കോട്ട് പിതാവ് വന്നത്. പിതാവിൻ്റെ പ്രസംഗത്തിൽ പിതാവ് പറഞ്ഞു, കാരണം ഇടുക്കിയുമായിട്ട് 77-ൽ ബിഷപ്പായതാണ്. ഈ 77-ന് ശേഷം പിതാവ് ഈ വഴിയിലൂടെ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. പിതാവിനോടൊത്ത് 1992 ഫെബ്രുവരി മാസത്തിൽ മാങ്കുളം പള്ളിയുടെ വെഞ്ചിരിപ്പിന് വേണ്ടി ഞാനും പിതാവിനോടൊപ്പം ഒരു ജീപ്പിൽ കോതമംഗലത്ത് നിന്ന് ഈ വഴികളിലൂടെ വന്നിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ആ ഓർമ്മ എനിക്കുണ്ട്. 92-ൽ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ഈ നേരിമംഗലം വാളറ റോഡ് അച്ഛൻ അറിയാലോ, അത് വീതി കൂട്ടുന്നതിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് പോലും അതിന് മുടന്ന ന്യായങ്ങൾ കണ്ടെത്തിയവരാണ് വനം വകുപ്പ്. ഇപ്പം അതിൻ്റെ വീതി കൂട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പൈസ അടയ്ക്കുകയോ ഇതൊക്കെ ചെയ്താണ് അതിൻ്റെ പിന്നിലെ കളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വഴി തെളിഞ്ഞാൽ, ആ വഴിയും കൂടി വനമായി മാറിയാൽ ഒരുപക്ഷെ അവർക്ക് കിട്ടുന്ന വനം വകുപ്പിന് ചേർക്കാവുന്ന, വനത്തിലേക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന കുറച്ച് സ്ഥലവും കൂടി, കുറച്ച് ഹെക്ടറും കൂടി അവർക്ക് കിട്ടുമായിരിക്കും. അതായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം. മറ്റൊന്ന് അച്ഛൻ പറഞ്ഞ ചില ഗൂഢ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ പിതാവ് കോതമംഗലം ബിഷപ്പ് പറയുന്നുണ്ടല്ലോ, ഈ കേസ് പിൻവലിച്ചില്ല എങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം ഈ റോഡ് മുറിച്ച് കടക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. സാധിക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, വനം വകുപ്പിൻ്റെ അവകാശമില്ലാത്തൊരു റോഡ്, അവർക്ക് വിധികളൊന്നുമില്ല, അവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു റോഡിൽ അവർ എന്തുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് അവർക്ക് എന്ത് അവകാശം? ഇപ്പോൾ മാങ്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് വന്നാലുണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ച് ഞാൻ ചോദിക്കാൻ വന്നേ. 10,000-ഓളം ആളുകളാണ് മാങ്കുളം പഞ്ചായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലിസ്റ്റിലുള്ള ആളുകൾ. മാങ്കുളത്ത് വസിക്കുന്ന 13 വാർഡുകൾക്ക് പോയി എങ്കിൽ പോലും അതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത് 880 വീടുകൾ 13 കുടികളിലായിട്ട് ആദിവാസികളുടേതാണ്. മന്നാൻ, മുതുവാൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം അവരുടെ ജനസംഖ്യ ഒരു 3000-നും 4000-നും ഇടയ്ക്ക് ആളുകൾ. എത്രയോ വർഷങ്ങളായിട്ട് അവരവിടെ ഉള്ളതാണ്. അല്ല, അവരവിടുത്തെ ആദിവാസികളാണ്. ഇത് മാത്രമല്ല, ഈ പഞ്ചായത്തുമായിട്ട് ഈ റോഡ് ബന്ധപ്പെടുന്നത് മാത്രമല്ല, കുട്ടമ്പുഴം പഞ്ചായത്തിലെ കുടികളും കൂടി ഉണ്ട്.
ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ആ അവിടെ ഇതിനേക്കാൾ ജനസാന്ദ്രത ഉണ്ട് ആ അവിടെ. അതും മാത്രമല്ല, കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടി. എടമലക്കുടിയിലെ 26 കുടികൾ 13 വാർഡുകളിലായിട്ടുണ്ട്. ഈ ആളുകൾക്കെല്ലാം ഇന്ന് എടമലക്കുടിയിലെ ഒരു മനുഷ്യന് എന്തെങ്കിലും പറ്റിയാൽ അവനൊരു ചികിത്സാ സഹായം കിട്ടണമെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്ത് മൂന്നാറിലെത്തിച്ച്, മൂന്നാറിൽ നിന്ന് അടിമാലിയിൽ വന്ന്, അടിമാലിയിൽ നിന്ന് കോതമംഗലത്ത് വന്ന്, അവിടുന്ന് കോട്ടയത്തോ എറണാകുളത്തോ ചെല്ലുമ്പോഴേക്കും ഇയാളുടെ കാര്യം തീർന്നു. ഇതുപോലെ തന്നെയാണ് മാങ്കുളത്തെ കാര്യങ്ങളും. അല്ല, അപ്പം ഈ എടമലക്കുടിയിൽ നിന്ന് അടിമാലിയിൽ പോലും അതാണ് കാര്യം അച്ചോ. ആ അപ്പൊ പിന്നെ മാങ്കുളത്ത് നിന്നുള്ള ദൂരം കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരുമ്പോൾ ഈ എടമലക്കുടിയിലെ 26 കുടികളാണ് അവരുള്ളത്. അവർക്ക് പലർക്കും 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഇപ്പം നടന്നാൽ 3 മണിക്കൂറും കൊണ്ട് എടമലക്കുടി ചെല്ലാം ആനക്കുളത്ത് നിന്ന്. അവിടേക്ക് ഒരു വഴി ഇപ്പം എടമലക്കുടി വരെ എത്തിയിട്ടുണ്ട്. അതൊരു റോഡ് വെട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂറും കൊണ്ട് അവർക്ക് ആനക്കുളത്ത് എത്താം. ആനക്കുളത്ത് നിന്ന് 1.5 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂറൊന്ന് 1.5 മണിക്കൂറൊന്ന് കൂട്ടിക്കോ, കോതമംഗലത്ത് എത്താം. 2.5 മണിക്കൂറും കൊണ്ട് ഈ ഒരു മനുഷ്യനെ 8 മണിക്കൂർ യാത്ര ചെയ്യുന്നതിൽ നിന്ന് 2 മണിക്കൂറും കൊണ്ട് ഒരു ആദിവാസിയെ, ഒരാളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ റോഡിലൂടെയാണെങ്കിൽ എത്തിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ആർക്കാണ് ഇതിന് താല്പര്യം? അച്ഛനൊന്ന് ആലോചിച്ച് നോക്കൂ. പാവം ആദിവാസിയുടെ കാര്യം പറയുമ്പോൾ ഫണ്ടുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഉണ്ട്, കണ്ടമാനം ഫണ്ടുകൾ അല്ലേ. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവരുടെ ജീവൻ നിലനിർത്താൻ ഒക്കെയുള്ള താല്പര്യങ്ങൾ സത്യത്തിൽ അത് ഒരു മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാവണം. തീർച്ചയായിട്ടും അല്ലേ? ആരായാലും ഭരിച്ചാൽ, ഭരണകർത്താക്കൾ ആരായാലും അതുണ്ടാവും. എന്ന് പറഞ്ഞാൽ 10-15ഓളം ആദിവാസികൾക്ക് അവരുടെ ഒരു പ്രാഥമികമായ ചികിത്സാ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കോ അവർക്ക് ഭക്ഷണപരമായി എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെങ്കിലോ, ഇന്നലെ ആനക്കുളത്ത് വന്ന ഉറിയമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആദിവാസിയെ കാണാതായിട്ടുണ്ട്. ആനക്കുളത്തിന് വന്നതാണ് അവൻ്റെ കുടിയിൽ നിന്ന്. ഇന്ന് ആളുകൾ, ഫോറസ്റ്റുകാരും പോലീസുകാരും കൂടെ തെരച്ചിലിന് പോയേക്കുക. ഇത് ശരിക്കും കുട്ടമ്പുഴ റേഞ്ചിൽപ്പെട്ടതാണ്. കുട്ടമ്പുഴയിൽ നിന്നാണല്ലോ ഫോറസ്റ്റുകാർ വരേണ്ടത്. അവരുടെ ഇതിൻ്റെ കീഴിലാകുമ്പോൾ 27 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാങ്കുളത്തെത്താൻ പറ്റും പൂയംകുട്ടിയിൽ നിന്ന്. പക്ഷേ അവർ ഇന്ന് ഒരു തെരച്ചിലിന് വേണ്ടി വരണമെങ്കിൽ ഒരു 80 കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് അവർക്ക്, ഫോറസ്റ്റുകാർക്ക് പോലും വരാൻ പറ്റുള്ളൂ. അവിടെ 2 റോഡുകളാണ് ശരിക്കും ഈ പെരുമ്പങ്കുത്തിൽ വന്ന് കയറുന്നത്. ഒന്ന് മാമലക്കണ്ടത്ത് നിന്ന് എളമ്പാശ്ശേരി വഴി പെരുമ്പങ്കുത്തിൽ വഴി കൂടി കുറത്തിക്കൂടി വരും. ശരിക്കും അത് PWDയുടെ റോഡാണ്. ആ റോഡ് അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് അതാണ് പറഞ്ഞത്. ആ റോഡ് പോലും തടഞ്ഞിട്ടാണ് ഫോറസ്റ്റുകാർ ഈ 80 കിലോമീറ്റർ ചുറ്റി വരുന്നത് എന്നൊന്ന് ഓർക്കണം. ഈ വഴികൾ തടയുക എന്ന് പറയുന്നതേ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കൂ. വഴികൾ തടയപ്പെടേണ്ടതാണോ? ലോകത്തെവിടെയാണ് എല്ലാ വനത്തിലൂടെയും വളരെ സുരക്ഷിതമായിട്ട് റോഡുകളുണ്ട്, ഗതാഗത യോഗ്യമായ റോഡുകൾ നമുക്ക് എവിടെ ചെന്നാലും കാണാം. എല്ലാ റോഡുകളും റോമിലേക്കെന്നാണ് നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടിരിക്കുന്നത് അല്ലേ. റോഡുകൾ വികസന കാര്യങ്ങൾക്ക്, വഴികൾ മനുഷ്യന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട്, അവന്റെ വികസനവുമായി ബന്ധപ്പെട്ട്, വികസന സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതിനെ ഫോറസ്റ്റുകാർ തന്നെ തടയുക, തുരങ്കം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അവസ്ഥ? ഈ ഫോറസ്റ്റുകാരിൽ തന്നെ ചിന്തിക്കാൻ പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ പറയുന്നത് കേന്ദ്ര വന നിയമമൊക്കെ പറയുമെങ്കിലും മനുഷ്യവിരുദ്ധമായി പലപ്പോഴും അവർ പെരുമാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അച്ഛന് ഒരു പതാക കൈമാറിക്കൊണ്ടാണല്ലോ ഒരു PM മാത്യു സമരത്തിന് തുടക്കം കുറിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത് അച്ഛനെതിരെ കേസ് വന്നോ? എനിക്കെതിരെ കേസ് വന്നിട്ടില്ല. ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ടാണ് ഞങ്ങൾ പോയത്. ഒരുപക്ഷെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പോലും കേസായി മാറാം. തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മൾ അനധികൃതമായി ആളെ കൂട്ടിയെന്നോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആളെ സംഘടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ് ചേർക്കും ഇവർ ചേർക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പക്ഷേ പ്രതിഷേധം നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഒരർത്ഥത്തിൽ ആ റോഡ് വികസിച്ചാൽ അടിമാലി വഴിയുള്ള റോഡിനെ ബാധിക്കും എന്നെങ്ങാനും ഒരു ആശങ്കയുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. കാരണം ചില കേന്ദ്രങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം മാങ്കുളം രാജപാത വന്നു കഴിഞ്ഞാൽ അടിമാലിയെ, അതിൻ്റെ വികസനത്തെ ബാധിക്കും. അടിമാലിയിലുള്ളവർ, ഞാൻ ഹൈ റേഞ്ചിൽ ജനിച്ചു വളർന്നത്, എനിക്ക് 56 വയസ്സായി. ഞാൻ പണിക്കുംകുടിക്കാരനാണ്. അപ്പം നമ്മൾ നടന്ന പാതകൾ ഉണ്ട്. കാരണം ഓരോ പ്രദേശവും വികസിക്കണമെങ്കിൽ റോഡുകൾ വരണം. ഒരു റോഡ് വന്നതുകൊണ്ട് ഇത് നമുക്കൊരിക്കലും നാശമുണ്ടാകില്ല.
നമ്മൾ ഓർത്ത് നോക്കുക, ഇപ്പം നമ്മൾ എത്രയോ വർഷമായിട്ട് ഈ ഹൈറേഞ്ച് വസിക്കുന്നവരുടെ ഈ പഴയ തർമ്മലകളിലേക്ക് നോക്കുക. പണിക്കൻകുടിക്ക് ആദ്യമേ അടിമാലിയിൽ നിന്ന് 22 കിലോമീറ്റർ നടന്നാണ് എൻ്റെ മാതാപിതാക്കളൊക്കെ പണിക്കൻകുടി വന്ന് കുടിയേറുന്നത്. അതേ സമയത്ത് ഇന്ന് പണിക്കൻകുടിയും കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്രാ സൗകര്യങ്ങൾ ഇഷ്ടം പോലെയായി. അത് യാത്രാ സൗകര്യം ഉണ്ടാകുന്നതനുസരിച്ചാണ് ഒരു സ്ഥലത്തെ ഭൗതികവും മറ്റുള്ള വളർച്ചകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് റോഡുകൾ വരുന്നത് തടയുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സങ്കുചിത മനോഭാവം ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണെന്നാണ് പറയാൻ പറ്റുന്നത്. സത്യമാണ് അച്ഛൻ പറഞ്ഞത്. ഒരു ഭാഗത്ത് വികസനം വന്നതുകൊണ്ട് ആ. മറുഭാഗത്ത് വികസനം മുരടിക്കുന്നില്ല. ആ. അതിന്റെ ഭാഗമായി വികസനം ഉണ്ടാകുന്നതേ ഉള്ളൂ. ഉവ്വ. തന്നെയല്ല, അങ്ങനെ ഒരു സഞ്ചാര പാത വികസിച്ചു വരികയാണെങ്കിൽ ഒരു ഭാഗത്തേക്കുള്ള യാത്ര അതിലെയും മറുഭാഗത്തേക്കുള്ള യാത്ര മറ്റൊരു സ്ഥലത്തേക്കും പോകാനേ സഞ്ചാരികൾ ഇഷ്ടപ്പെടുകയുള്ളൂ. കാരണം അത് മാത്രമല്ല, എത്ര റോഡുകൾ വന്നാലും അതിനനുസരിച്ചുള്ള വികസനം ഉണ്ടാകും. തന്നെ വികസനം ആളുകളുടെ പെരുപ്പം വർദ്ധിക്കുന്നു, വാഹനങ്ങളുടെ പെരുപ്പം വർദ്ധിക്കുന്നു, ആ. ആളുകൾ സഞ്ചാരപ്രിയരായി മാറുന്നു, ആ. വിനോദസഞ്ചാരത്തിൽ ആളുകളുടെ പ്രിയം ഏറി വരുന്നു. ഇനിയുള്ള കാലത്ത് നമ്മൾ പറയുന്നത് ദാർശനികമായും ഒക്കെ ശരിയല്ലെങ്കിൽ പോലും ഒരു അടിച്ചുപൊളിയുടെ കാലമാണ് മൊത്തത്തിൽ മനുഷ്യന്. ഇനി മറ്റു പാശ്ചാത്യ ആളുകളെ പോലെ തന്നെ സമ്പാദിക്കുന്നതല്ല, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ട, അത് അപ്പുറം മക്കൾ സമ്പാദിച്ചോളും, ബാക്കിയുള്ളത് ജീവിക്കാനുള്ളതാണ് എന്ന ഒരു ചിന്തയിലേക്ക്, ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാലമാണ്. ശരിയെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിട്ടല്ല എന്നാൽ പോലും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിനോദസഞ്ചാരത്തിന് പ്രാധാന്യമേറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാങ്കുളം പോലൊരു സ്ഥലം, ഇപ്പോൾ അച്ഛനറിയാലോ, ഇപ്പോൾ ആനച്ചാൽ പോലുള്ള ഒരു സ്ഥലം, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആനയുടെ ചാലായിരുന്ന ഒരു കാലമാണ്. അതൊരു അവികസിത മേഖലയായിരുന്നു ആ മേഖല. പക്ഷെ എത്ര പെട്ടെന്നാണ് നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു നഗരമായി വളരുന്നത്. പെട്ടെന്ന് ജനപദമായി മാറുന്നു, ഒരു നഗര ചത്വരമായി മാറുന്നു, ഒരു നഗരപഥമായി മാറുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ 2 ബാർ ഹോട്ടലുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായി. വളർച്ചയാണോ തളർച്ചയാണോ ബാർ വരുന്നതെന്നും നമുക്ക് പറയാൻ അവർക്ക് വേറെ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും വളരെ പെട്ടെന്ന് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറുന്നു, ഒരു പ്രദേശത്തിൻ്റെ ഗ്രാമീണ സ്വഭാവം മാറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വികസനം എന്ന് പറയുന്ന ഏത് രീതിയിലാണ്? മാങ്കുളത്തെ വികസനം വളരെ വേഗത്തിൽ, ത്വരിത വേഗത്തിലാകാവുന്ന ഒരു റോഡാണിത് അല്ലേ? തീർച്ചയായിട്ടും ത്വരിത വേഗത്തിലാകുന്നത് മാത്രമല്ല, നമ്മൾ ഓർത്തു നോക്കുക, ഇന്ന് അന്യം നിന്ന് പോകുന്ന ആദിവാസികളെ കുറിച്ച് അറിയുവാനായിട്ട്, അവരുടെ വിഭവങ്ങൾ ശേഖരിക്കുവാനായിട്ട് ഇതിലൂടെ കഴിയും. നമ്മൾ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ചെയ്യുന്ന കാര്യം എന്താ? ടൂറിസത്തിൻ്റെ മെയിൻ ആശയം എന്ന് പറയുന്നത് അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആ പ്രകൃതിക്ക് കോട്ടം വരാത്ത രീതിയിൽ അവരത് ആവിഷ്കരിച്ചുകൊണ്ട് ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് അതൊരു വലിയ ജനറേഷൻ, ഇൻകം ജനറേഷൻ ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എല്ലാം ഒരുപോലെ അമേരിക്കക്കാരൻ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ വേറെ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇത്രയും കുടികൾ, മന്നാൻ, മുതുവാൻ, അവരുടെ തനതായ കലകൾ, ജീവിത സംസ്കൃതി, നമ്മൾ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ചരിത്രത്തെ അടയാളപ്പെടുത്തുമ്പോഴും ഒക്കെ അച്ഛൻ ഈ സൂചിപ്പിച്ച സംസ്കൃതിയാണല്ലോ ആദ്യം പറയുന്നേ, ഇല്ലേ? ആദിവാസികളുടെ സംഭാവന, ഗോത്രവർഗ വിഭാഗക്കാരുടെ ആദ്യകാലങ്ങളിലെ സംഭാവന, അവൻ്റെ സാഹിത്യ സംബന്ധമായ, കലാസംബന്ധമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, ഈ വനം വകുപ്പാണല്ലോ ഇവരുടെ മൊത്തം സംരക്ഷണം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അവരെ പുറത്തോട്ട് ഇറക്കി വിടുന്നില്ല. അവർക്ക് പോകാനുള്ള വഴികളെല്ലാം കെട്ടിയടയ്ക്കുന്നു. എന്നിട്ട് അവരെല്ലാം വനത്തിനുള്ള ആൾക്കാരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് കാർഡ് തരാം എന്ന് പറഞ്ഞാൽ ഒരു അടിമത്വം, ഒരു സ്വാതന്ത്ര്യമില്ലാതെ അടിച്ചേൽപ്പിക്കുന്ന, ഞങ്ങളാണ് നിങ്ങളുടെ എല്ലാം യജമാനൻ എന്നുള്ള ഒരു രീതിയിലാണ് ഈ ജനാധിപത്യ രാജ്യത്തും ഇന്നും നമ്മൾ ജീവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അവർക്ക് സഞ്ചാരം വേണ്ട, അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഇല്ലേ? അവർ കഴിഞ്ഞ ഒരു 10 നൂറ്റാണ്ട് മുമ്പ് എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെ അവർ ഇപ്പോഴും കഴിയുക. അങ്ങനെ കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് വനം വകുപ്പിൻ്റെ ഒരു പരീക്ഷണശാലയാണ് മാങ്കുളം എന്ന് പറഞ്ഞാൽ. മാങ്കുളത്തെയും ഇടമലക്കുടിയിലെയും എല്ലാ ആളുകൾ ഒരു കരുതൽ തടങ്കലിലാണ്. നമ്മളൊരു ഭരണാധികാരി സ്വേച്ഛാധികാരം പിടിച്ചെടുക്കുമ്പോൾ കുറച്ച് ആളുകളെയെല്ലാം തടങ്കലിലാക്കും, കരുതൽ തടങ്കലിൽ. അവനെ ഇറങ്ങി നടക്കാം, പക്ഷെ അവർ പറയുന്നതിന് പുറത്തേക്ക് പോകത്തില്ല. ഇത് മാങ്കുളത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇടുക്കി ജില്ലയുടെയും ഒരവസ്ഥ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അച്ഛൻ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പരീക്ഷണശാല എന്നുള്ളത്, മറ്റൊന്ന് ഇതൊരു കരുതൽ തടങ്കലിലാണ് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഇതൊരു അലിഖിതമായി, ഒരുപക്ഷെ പുറത്ത് നിയമപരമല്ലാത്ത
ആ നിയമത്തിന് വിധേയമല്ലാത്ത രീതിയിൽ ഒരു അലിഖിത നിയമത്തിലൂടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവർ പറയുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഇത് ക്വാറി മാഫിയയെ ഇതാണ്, അല്ലെ റിസോർട്ട് മാഫിയയെ ശക്തിപ്പെടുത്താനാണ്. ഈ ആളുകൾ പറയുന്നവരെയെല്ലാം ദേശവിരുദ്ധരായിട്ട് കണക്കാക്കുകയും അവിടെ അവർ പറയുന്ന അവരുടെ അജണ്ടകൾ നിർബാധം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു മാർഗവുമായിട്ട്, പരീക്ഷണശാലയായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് അനധികൃതമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു മാർഗവുമായിട്ടാണ്. ഇവിടെ നമ്മൾ നോക്കുക, വനം വകുപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും വരിക. ഒന്നെങ്കിൽ തിരുവനന്തപുരം, അല്ലെ കൊല്ലം, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ. അത് പറയുമ്പോൾ അവർക്ക് ന്യായീകരണമുണ്ട്. മറ്റെല്ലാ മേഖലയിലും റവന്യൂയിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള തിരുവനന്തപുരം, കൊല്ലംകാരാണ് നമ്മുടെ സർക്കാർ മേഖലയിൽ കൂടുതൽ ഇടുക്കിയിലുള്ളത്. അവർ പറയുന്നത് എന്താണ്? ഇവിടെ ജീവിക്കുന്നവർ മുഴുവനും കയ്യേറ്റക്കാരാണെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ എല്ലാം വെട്ടിപ്പിടിച്ചു. ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യന് ഒരു അവകാശമില്ല. അപ്പൊ അവരുടെ കണക്കുകൂട്ടലുകളും അവരുടെ ചിത്രീകരണവും ഇതായി കഴിയുമ്പോൾ പൊതുജന സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്നാണോ അവരുടെ ശരീരത്തിൽ മണ്ണ് പറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു, അന്ന് മാത്രമേ അവർ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും റെഡ് സോൺ, ബഫർ സോൺ, അതുപോലെ തന്നെ വന്യമൃഗ ശല്യം, പട്ടയ പ്രശ്നങ്ങൾ, പോക്കുവരവ് പ്രശ്നങ്ങൾ എന്ന് വേണ്ട സാധാരണ ജനങ്ങൾ ഉഴലുകയാണ്, വല്ലാതെ കഷ്ടപ്പെടുകയാണ്. കാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ അച്ഛന്മാരുടെയൊക്കെ വലിയ സേവനം ഉണ്ടായിരുന്നു ഇവിടെ. ഇല്ലെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിന്റെ വികസനത്തിൽ, റോഡിന്റെയൊക്കെ വികസനത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്നത് ഈ പള്ളികളിൽ അച്ഛന്മാരായിരുന്നു. കാരണം അവരതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അവികസിതമായ ഹൈറേഞ്ച് മേഖലയിൽ വെളിച്ചം എത്തിക്കാൻ, കറണ്ട് എത്തിക്കാൻ, ഒപ്പം തന്നെ ഗതാഗത മാർഗങ്ങൾ, വാഹനം എത്തിക്കാൻ കഷ്ടപ്പെട്ടതിന് കണക്കില്ല. ഇന്നിപ്പോൾ അതൊക്കെ ആയി എന്ന് നമ്മൾ ശടിക്കുമ്പോൾ ഒരു ഭരണവിഭാഗം വന്നിട്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗം വന്നിട്ട് അതെല്ലാം കുട്ടിയടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നടക്കണ്ട, നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ട. ഒരു ജനാധിപത്യ രാജ്യത്താണ് അച്ഛൻ ഇതൊക്കെ നടക്കുന്നത്. ഇതൊരു സമഗ്രാധിപത്യ രാജ്യമല്ല. ഇവിടെ ഒരു ഏകാധിപത്യ പ്രവണത, ഏകാധിപത്യ രാജ്യമേ അല്ല. അത് അങ്ങനെയുള്ളവർക്ക് എത്തി നോക്കാൻ പോലും കഴിയുന്ന ഒരു ഭരണഘടനയല്ല നമ്മുടേത്. അത്രമാത്രം സുതാര്യമായ, അത്രമാത്രം ദീർഘവീക്ഷണത്തോടെ അതിശക്തമായ ജനാധിപത്യത്തെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നിട്ടും ജനങ്ങളുടെ ശബ്ദം വെറുതെ ആവുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ വോയിസ്ലെസ് എന്ന് പറയുന്നത് പോലെയാണ് അച്ഛനൊക്കെ ഇപ്പോൾ പെരുമാറുന്നത്. തീർച്ചയായിട്ടും അല്ലേ. കാരണം അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്ക് മതപരമായിട്ട് ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നു. ഇതൊരു വലിയൊരു ലോബിയാണ്. അവർ മതപരമായിട്ടുള്ള ഇതുണ്ടാകുന്നു, ഇതെല്ലാം കയ്യേറിയതാണെന്നുള്ള ഒരു ചിത്രീകരണം ഉണ്ടാകുന്നു. അതിനോട് അനുബന്ധിച്ച് മാധ്യമങ്ങളെ അവർ ഉപയോഗിക്കുന്നു. നറേറ്റീവ്, ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ പുതിയ ചരിത്രം രചിക്കുകയാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുത്തനെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, പേപ്പട്ടിയാക്കിയാൽ പിന്നെ അതിനെ തല്ലിക്കൊല്ലാൻ എളുപ്പമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരെ ഇവിടെ കുടിയേറിയത്, അല്ലെങ്കിൽ ഇത് കേരളത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഇങ്ങോട്ട് കയറ്റിവിട്ട ഭരണാധികാരികൾ തന്നെ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇവരെ കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും പ്രകൃതിയെ നശിപ്പിക്കുന്നവരുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ന് ഇവരെ ഇറക്കി വിടുവാനുള്ള വലിയൊരു പരിശ്രമമാണ് നടക്കുന്നത്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അച്ഛോ. അവസാനമായിട്ട് എന്താണ് അച്ഛൻ്റെ ഒരു പ്രതീക്ഷ? ഈ രാജപാതയായി തന്നെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണോ? തീർച്ചയായിട്ടും. കാരണം ജനങ്ങളാണ് സർവാധികാരികളെങ്കിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അവകാശമാണ് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്നിരിക്കുന്നത്. പിന്നല്ലേ വൈക്കം സത്യാഗ്രഹ സമരം പോലും അങ്ങനെ ആയിരുന്നല്ലോ. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു. അത് അമ്പലത്തിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയായിരുന്നില്ല. അമ്പലത്തിന് പുറത്ത് സാധാരണ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണ് കുട്ടിയടച്ചത്. അതിനെതിരെയായിരുന്നു അന്ന് ദിവസങ്ങളോളം നീണ്ടുന്ന നിൽപ്പ് സമരമൊക്കെ നടന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, ഇടുക്കിയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ അത് ജനപ്രതിനിധികളും ഉണ്ടാകണം. അവർ പലപ്പോഴും ജനപ്രതിനിധികൾ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് കേണത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളൊരു സമ്മേളനം വിളിച്ചു കഴിയുമ്പോൾ അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യണം. ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയുടെ MP പാർലമെന്റിൽ ഈ കാര്യത്തെക്കുറിച്ച് പിതാവിനെതിരെയൊക്കെ കേസ് വന്നപ്പോൾ അദ്ദേഹം അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ കോതമംഗലത്തിൻ്റെ MLA
അദ്ദേഹവും ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവും നിയമസഭയിലെങ്കിലും ഇത് അവതരിപ്പിക്കാൻ, അങ്ങനെ എല്ലാ ജനപ്രതിനിധികളും അവരുടേതായ തലങ്ങളിൽ ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഗ്രാമസഭകൾ ചേരുമ്പോൾ നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും ഡീനിന് അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ്, നിസ്സാര കാര്യമല്ല. കാരണം അതിനൊരു ആ, മൊത്തത്തിലുള്ള ദേശീയമായ ഒരു ശ്രദ്ധ അതിന് കൈവരികയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം വനം വകുപ്പ് ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. വനം വകുപ്പിൻ്റെ മേൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അധികാരം കുറവെന്നാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ച സമാന്തര ഒരു ഭരണം നടത്തുന്ന തലത്തിലേക്ക്, ഒരു ഭരണകൂടം എന്ന തലത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരണമെന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥനെന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങളെന്നും ഒക്കെ അവർ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോഴും സമരം ചെയ്യണം ന്യായമായ ആവശ്യങ്ങൾക്ക്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ട് 2 നൂറ്റാണ്ട് മുമ്പൊന്നും അല്ലല്ലോ, നമ്മൾ 18-ാം നൂറ്റാണ്ടിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കുറേ കൂടി വികസിതമായ, ജനാധിപത്യം പൂർണ്ണമാകുന്ന, കുറേ കൂടി ജനങ്ങളുടെ അധികാരം കുറേ കൂടി സമ്പൂർണ്ണമാകുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ പ്രബുദ്ധികൾ ഒരു കാര്യം ചിന്തിക്കണം. ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ, അല്ലാതെ ആളുകൾക്ക് നിയമങ്ങൾക്ക് വേണ്ടിയല്ല ആളുകൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് അച്ചോ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വരിക. ഞങ്ങൾക്ക് വേണ്ടിയല്ല സത്യത്തിൽ, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക്, ബുദ്ധിമുട്ടുന്ന, വേദന അനുഭവിക്കുന്ന, പെയിൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രെയർ എന്ന് മഹാനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വേദനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്ന, വേദനിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് സന്തോഷമുണ്ട്. ചർച്ച അവസാനിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതല്ലേ? അതിനെ തടയിടാൻ, അതിനെ പ്രതിരോധിക്കാൻ ആർക്കാണ് അവകാശം? വഴികൾ തടയപ്പെടേണ്ടതാണോ? കാഴ്ചകൾ മറയ്ക്കപ്പെടേണ്ടതാണോ? വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും വനങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങൾക്കിടയിലെ കാഴ്ചകളും അവസാനിപ്പിക്കേണ്ടതാണോ? വനം വകുപ്പും ഭരണകർത്താക്കളും അത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.